പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ മോഡ്യൂൾ 5-ലെ അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനീസ് എന്ന ചാപ്റ്ററിലെ ബാങ്കിങ് കമ്പനീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും അതേപോലെ തന്നെ ബാങ്കിങ് അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രധാനപ്പെട്ട ടേംസ് അല്ലെങ്കിൽ ഐറ്റത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. നൗ ലെറ്റ് us see the important items and its explanation. And first one is money at call and short notice. This represents short-term advances made by bank to bill brokers, stock brokers and other banks. If the advance is given for 1 day, it is called money at call, and if it is given for 7 days, it is called money at short notice. These are repayable on demand or at a short notice. അപ്പം ഒന്നാമത്തെ ഐറ്റമാണ് ഈ പറഞ്ഞ ഒന്നാമത്തെ ടേം മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് ആണ്. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് കൂടിയാണ്. വളരെ ചുരുങ്ങിയ കാലത്തേക്ക് സ്റ്റോക്ക് ബ്രോക്കേഴ്സിന്, ബിൽ ബ്രോക്കേഴ്സിന്, അതുപോലെ മറ്റ് ബാങ്കുകൾക്ക്, മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ കൊടുക്കുന്ന ഒരു എന്താ പറയുക ടേം ലോൺ ആണ് ഈ പറഞ്ഞ ഷോർട്ട് ടേം ലോൺ ആണ് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് അഡ്വാൻസസ്. ബാങ്ക് ഗ്രാൻഡ് അഡ്വാൻസസ് ടു ദെയർ കസ്റ്റമേഴ്സ്. ദേ ആർ classified as bill discounted and purchased, cash credit, overdraft and loans, repayable on demand and term loans. സോ ഇത്തരത്തിലുള്ള രീതിയിലാണ് ബാങ്ക് മറ്റ് സ്ഥാപനങ്ങൾക്കൊക്കെ അഡ്വാൻസ് ഗ്രാൻഡ് ചെയ്യുന്നത്. ബില്ല് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുക, അതേപോലെ തന്നെ ബില്ല് പർച്ചേസ് ചെയ്യുക, ക്യാഷ് ക്രെഡിറ്റ് കൊടുക്കുക, ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ചെയ്യുക, ലോൺ കൊടുക്കുക, അതും എപ്പോഴാണോ റീപേ ചെയ്യേണ്ടത് ആ ഡിമാൻഡ് അനുസരിച്ചിട്ട് ലോൺ കൊടുക്കുക, അതേപോലെ തന്നെ ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെയാണ് മറ്റ് ബാങ്ക് കൊടുക്കുന്ന അഡ്വാൻസസ് എന്നൊക്കെ പറയുന്നത്. മൂന്നാമത്തെ ഒന്നാണ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് ഓർ ഇന്റർ ഓഫീസ് അഡ്ജസ്റ്റ്മെന്റ്. ഇതെന്താണെന്ന് വെച്ചാൽ ദ ഹെഡ് ഓഫീസ് മേക്ക് നെസറി അഡ്ജസ്റ്റ്മെന്റ്സ് ഇൻ ഇറ്റ്സ് ബുക്സ് ഓൺ ദി റെസിപ്റ്റ് ഓഫ് ഇൻഫോർമേഷൻ ഫ്രം ദ ബ്രാഞ്ചസ്. At the balance sheet date, some transaction may remain unadjusted in the books of head office. ഇപ്പം ബാലൻസ് ഷീറ്റിൻ്റെ ഡേറ്റ് വരുമ്പോൾ ചില ട്രാൻസാക്ഷൻസ് അൺഅഡ്ജസ്റ്റഡ് ആയിട്ട് ഉണ്ട്. അതിന് കാരണം എന്ന് വെച്ചാൽ ലാക്ക് ഓഫ് സഫീഷ്യൻറ്റ് ഇൻഫോർമേഷൻ ഈസ് നോട്ട് അവൈലബിൾ ഫ്രം ദ പാർട്ട് ഓഫ് ദി ബ്രാഞ്ചിൻ്റെ കയ്യിൽ നിന്ന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ കിട്ടാത്തൊരു കാരണത്താലാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പം എ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ്. ദ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് മേ ഷോ either a debit balance or a credit balance. So if it shows debit balance, it is shown on the asset side of the balance sheet under other assets. ഷെഡ്യൂൾ 11 ആണത് ഡീൽ ചെയ്യുന്നത്. ഇനി അത് ക്രെഡിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നത് എങ്കിൽ ഇറ്റ് ഇസ് ഷോൺ ഓൺ ദി ലൈബിലിറ്റി സൈഡ് അണ്ടർ ദി ഹെഡ് അതർ ലൈബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ് എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾ 5 ആണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. Then നാലാമത്തെ ഒരു ഐറ്റമാണ് ഷോർട്ട് ടേം ലോൺസ്. ദീസ് ആർ ലോൺസ് ടേക്കൺ ബൈ ദ ബാങ്ക്സ് ഫ്രം അതർ ബാങ്ക്സ് ഫോർ എ ഷോർട്ടർ ഡ്യൂറേഷൻ ഓർ ഫോർ എ ഷോർട്ടർ പീരീഡ്. വളരെ ചുരുങ്ങിയ കാലത്തേക്ക് വേണ്ടി ബാങ്ക് മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ലോൺ എടുക്കുന്നതിനെയാണ് ഷോർട്ട് ടേം ലോൺസ് എന്ന് പറയുന്നത്. ദിസ് വിൽ ബി ഇതും നമ്മുടെ ബോറോവിങ്സ് ഫ്രം അതർ ബാങ്ക്സ് ഓൺ ദി ലൈബിലിറ്റി സൈഡ് ബാലൻസ് ഷീറ്റിൻ്റെ ലൈബിലിറ്റി സൈഡ് ഷെഡ്യൂൾ 4 ബോറോവിങ്സ് ഫ്രം അതർ ബാങ്ക്സ് എന്നും പറഞ്ഞിട്ടാണ് ഇത് കാണിക്കുക ഷോർട്ട് ടേം ലോൺസ്. അഞ്ചാമത്തെ ഒരു ഐറ്റം എന്ന് പറയുന്നത് ബിൽസ് പേയബിൾ ആണ്. ദീസ് ആർ ലോൺസ് ടേക്കൺ ബൈ ദ ബാങ്ക്സ് ഫ്രം അതർ ബാങ്ക്സ് ഫോർ എ ഷോർട്ടർ ഡ്യൂറേഷൻ. ദിസ് വിൽ ഷോൺ അണ്ടർ ദി ഹെഡ് ബോറോവിങ്സ് ഫ്രം അതർ ബാങ്ക്സ് ഓൺ ദി ലൈബിലിറ്റി സൈഡ്. ഇതും വളരെ ചുരുങ്ങിയ കാലത്തേക്ക് വേണ്ടിയിട്ട്. ദെൻ ആറാമത്തെ ഒരു ഐറ്റം എന്ന് പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസീസ്. ദീസ് അക്കൗണ്ട്സ് റെപ്രസെൻറ്റ്സ് പ്രൊവിഷൻ ക്രിയേറ്റ് ഫോർ മീറ്റിംഗ് ഫ്യൂച്ചർ കണ്ടിജൻസീസ്. ബാങ്ക് എന്ന് പറയുന്നത് ആസ് എ ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡീലിംഗ് ഇൻ പ്രൈമർലി വിത്ത് ഡെപ്പോസിറ്റേഴ്സ് മണി. ദാറ്റ് ഇസ് വൈ ബാങ്കിങ് കമ്പനീസ് ഹാവ് ടു മേക്ക് certain special provisions against emergencies or unforeseen contingencies as a matter of prudence. And provision for taxation, provision for bad debt and other usual provisions and contingencies. These are the important provisions and contingencies are shown on the profit and loss account under this item. ഈ പ്രൊവിഷൻ ആൻഡ് കണ്ടിജൻസി എന്ന് പറയുന്ന ഐറ്റം ആ ഒരു ഐറ്റത്തിൻ്റെ ഹെഡിലാണ് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, അതർ യൂഷ്വൽ ആയിട്ട് പ്രൊവിഷനൊക്കെ കാണുന്നത്. അണ്ടർ ദ ഹെഡ് എക്സ്പെൻഡിച്ചർ. ഫോർ ദിസ് ഐറ്റം we are not prepared any kind of schedule. For this item no separate schedule is prepared, and it should be noted that rebate on bill discounted.
പ്രത്യേകം ശ്രദ്ധിച്ചോളാം, റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് ഗിവൺ അണ്ടർ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രോബ്ലം ഒക്കെ ചെയ്യുന്ന സമയത്ത് റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ് എന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെന്റിലാണ് തരുന്നെങ്കിൽ ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട്. ആൻഡ് അത് ഷെഡ്യൂൾ 13 ബന്ധപ്പെട്ടിട്ടുള്ള കേസാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചോളുക നിങ്ങൾ. ദെൻ കണ്ടിജൻസീസ്. Contingencies are shown on the liability side of the balance sheet under the head Schedule 5. Schedule 5ലാണ്. This should not be confused with contingent liabilities. അപ്പോൾ ഇത് കണ്ടിജന്റ് ലൈബിലിറ്റീസുമായിട്ട് നിങ്ങൾ കൺഫ്യൂസ് ആവേണ്ട കാര്യമില്ല. കാരണം പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ആൻഡ് അതർ യൂഷ്വൽ പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസി, ദീസ് ഓൾ ഐറ്റംസ് ആർ shown in profit and loss account. Whereas in the case of rebate on bill discounted, it give as an adjustment ആയിട്ടാണ് തരുന്നതെങ്കിൽ ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് ആൻഡ് ഷെഡ്യൂൾ 13 ബന്ധപ്പെട്ടാണ് അത് ചെയ്യേണ്ടത്. ദെൻ കണ്ടീജൻസീസ് ആർ ഷോൺ ഓൺ ദി ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് അണ്ടർ ഷെഡ്യൂൾ 5. ആൻഡ് ഇത് കൺഫ്യൂഷൻ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക. ദെൻ 7 ബിൽസ് ഫോർ കളക്ഷൻ ബീയിങ് ബിൽസ് റിസീവബിൾ. വെൻ ദ ബാങ്ക് റിസീവ്സ് bills receivable from its customers for collection, it keeps them till maturity. On the date of maturity, when bills are collected, customer's account is credited with the amount collected. If some bills remain outstanding, such bills are treated by the bank as outstanding bills for collection and it is shown as a contingent liability. കണ്ടീജന്റ് ലൈബിലിറ്റി ആയിട്ടായിരിക്കും ഇത് കാണുക. ഷെഡ്യൂൾ 12 അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുള്ളത്. അപ്പം എന്താ പറയുക, കളക്ഷൻ ബിൽസ് ഫോർ കളക്ഷൻ ബീയിങ് ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞാൽ ബാങ്ക് ബില്ല് റിസീവ് ചെയ്യുന്നു, കസ്റ്റമേഴ്സിന് അതിന് കീപ് ദ മെച്യൂരിറ്റി വരെ പിന്നെ കയ്യിൽ വെക്കുന്നു, അതിനുശേഷം കളക്ട് ചെയ്യാൻ കൊടുക്കുന്നു. കളക്ട് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം കുറച്ച് ബില്ലെങ്കിലും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് വരികയാണെങ്കിൽ അത്തരത്തിലുള്ള ബില്ലുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ലൈബിലിറ്റി കണ്ടീജന്റ് ലൈബിലിറ്റി ആയിട്ടാണ് കാണിക്കുക. അത് ഷെഡ്യൂൾ 12 ബന്ധപ്പെട്ടിട്ടുള്ളത്. ദെൻ acceptance, endorsement and other obligations. This represents bank's liability on account of bills endorsed or accepted on behalf of its customers. For greater security, the drawer of the bill wants acceptance of the drawee's bank. The bank incur a liability by accepting bills on behalf of its customers. അപ്പോൾ ബാങ്ക് നമ്മുടെ കസ്റ്റമർ ഡ്രോവർ സാധാരണഗതിയിൽ ഒരു എന്താ കുറച്ചും കൂടി സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ബാങ്കിൻ്റെ അക്സെപ്റ്റൻസും കൂടിയിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് ചോദിക്കാറുണ്ട്. സോ ഓൺ മെച്യൂരിറ്റി ഓഫ് ദ ബിൽ ദ ബാങ്ക് പേയ്സ് ആൻഡ് കളക്ട് ദി എമൗണ്ട് ഫ്രം ഇറ്റ്സ് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യും, അത് വേണ്ട ആൾക്ക് കൊടുക്കുകയൊക്കെ ചെയ്യും. At the end of the accounting period, if there any outstanding bill is shown as a contingent liability. ഔട്ട്സ്റ്റാൻഡിംഗ് ബിൽ ഉണ്ടെങ്കിൽ അത് കണ്ടീജന്റ് ലൈബിലിറ്റി ആയിട്ട് കാണിക്കും എന്നുള്ളതാണ്. ഷെഡ്യൂൾ 12 അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ഉള്ളത്. ആൻഡ് ഫൈനലി കണ്ടീജന്റ് ലൈബിലിറ്റീസ്. ഷെഡ്യൂൾ 12 കണ്ടീജന്റ് ലൈബിലിറ്റിയെ കുറിച്ച് പറയുന്നത്. ദീസ് ഇൻക്ലൂഡ് ക്ലെയിംസ് അഗൻസ്റ്റ് ദ ബാങ്ക് നോട്ട് അക്നോളജ്ഡ് ആസ് ഡെപ്റ്റ്, ലൈബിലിറ്റി ഫോർ പാർട്ട്ലി പെയ്ഡ് ഇൻവെസ്റ്റ്മെന്റ്സ്, liability on account of outstanding forward exchange contracts, guarantees given on behalf of constituents, acceptance, endorsement and other obligations. Other items for which the bank is contingent. മറ്റ് ഐറ്റംസ് കണ്ടീജന്റ് ആയിട്ട് തോന്നുന്ന മറ്റ് ഐറ്റംസ് എല്ലാം തന്നെ കണ്ടീജന്റ് ലൈബിലിറ്റിയിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇതാണ് കണ്ടീജന്റ് ലൈബിലിറ്റി. ഷെഡ്യൂൾ 12 ഇതുമായിട്ട് റിലേറ്റഡ്, കണ്ടീജന്റ് ലൈബിലിറ്റി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ഉള്ള ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഷെഡ്യൂൾ 12. So that's all for the class. Thank you. Stay safe, stay home.